അപ്പം നമ്മളിന്ന് ഈ ഒരു കഷ്ണം ചീനിക്ക കൊണ്ടിട്ട് ഒരു മെഴുക്കുരുട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഈ മധ്യത്തിലുള്ള ഈ വിത്തൊക്കെ മാറ്റിയിട്ട് ഈ പുറത്തുള്ള ഈ തോടൊക്കെ മാറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, നമുക്കൊന്ന് കട്ട് ചെയ്യാം. മധ്യത്തിലുള്ള ഈ പാർട്ടൊന്ന് റിമൂവ് ചെയ്യണം. ഇനിയിപ്പോൾ ഈ തോടുണ്ടല്ലോ അതും കൂടെ നമ്മളൊന്ന് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. കട്ടിയുള്ള ഒരു തൊലിയാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കത്തി കയ്യിൽ കൊള്ളാതെ സൂക്ഷിക്കണം. ഇങ്ങനെ കാര്യമല്ലോ. ഇനിയിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു പീസ് എടുത്ത് ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്യണം. തീരെ നൈസാക്കണ്ട, കുറച്ച് കണ്ടു ഇതുപോലത്തെ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഇത് പെട്ടെന്ന് വെളുത്ത് കിട്ടും നമുക്ക്. കണ്ടോ, ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഇതൊക്കെ കാണിക്കുന്നത്. എൻ്റെ മക്കളുടെ പ്രായത്തിലുള്ളവരാണ് കൂടുതലും എൻ്റെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ അത് മുഴുവനും കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് കഴുകണം കേട്ടോ. കഴുകിയിട്ട് വേണം ഇത് കട്ട് ചെയ്ത് വെക്കാനായിട്ട്. ഓക്കെ, അപ്പം നമ്മുടെ മെഴുക്കുരുട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഏത് കുക്കിംഗ് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചൈനീസ് ഫുഡൊക്കെ വെക്കുമ്പോൾ പിന്നെ നമ്മുടെ റീഫൈൻഡ് ഓയിൽ എടുക്കും. അല്ലാത്ത നമ്മുടെ നാടൻ കറികൾക്കെല്ലാം വെളിച്ചെണ്ണയാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഓയിലൊന്ന് ചൂടാട്ടെ. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കി. ചൂടായിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടുതൽ സാധനങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഒരു മെഴുക്കുരുട്ടി ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഓക്കെ, ഞാൻ ഈ നമുക്കിത് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. കുറച്ച് ചേർക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്തോളാം കേട്ടോ. ഇതിൽ നമുക്ക് ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ നിറച്ച് അതായത് ഹീറ്റായിട്ട് എടുത്തിട്ടുണ്ട് മുളക് പൊടി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. എരിവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോണേ. കുറച്ച് കുട്ടികൾക്ക് കൊടുക്കാനാണ്. ഇതിപ്പോൾ കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് വലിയ എരിവൊന്നും കാണത്തില്ല. തീരെ എരിവ് കൂട്ടാത്തവരുണ്ടെങ്കിൽ തീരെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവ് നോക്കിയിട്ടോ. ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഫ്ലെയിം വന്നിട്ട് കുറച്ച് വെച്ചിട്ട് മീഡിയത്തിനും ലോയ്ക്കും ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇതിൽ തന്നെ നമ്മൾ ഉപ്പിന്റെ ടേസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ശാക്കല ഉപ്പ് കൂടെ വേണം കേട്ടോ. ഓക്കെ, ഇനി നമുക്കത് മൂടി വയ്ക്കാം.
കുറച്ച് വെച്ച് വേണം വേവിക്കാൻ. ലോ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, അതാണ്. ബിരിയാണിക്കായിട്ട് പെട്ടെന്ന് തന്നെ, അത് മത്തങ്ങ ആയിരുന്നു, പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചാലും മതി. വച്ചിട്ട് നമ്മൾ വേറെ വല്ല ജോലികളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ മീഡിയത്തിലും ലോക്കും ഇടയ്ക്കാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിന് നിങ്ങൾ തീ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമുക്ക് തുറന്ന് നോക്കാം, നമ്മുടെ ബിരിയാണി വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. മുളകുപൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് കേട്ടോ. 5 മിനിറ്റ് പോലും ആയില്ല നമ്മളിത് ഇപ്പം സ്റ്റൗവിലാക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ. എനിക്ക് വെന്തിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ഫ്ലെയിം കുറച്ച് വെച്ചു, അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ ഈസി റെസിപ്പിയാണ്. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ, നമുക്ക് മാറ്റാം. അപ്പൊ കണ്ടു, ഇത്ര എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മെഴുക്കുവരട്ടി തയ്യാറാക്കാൻ പറ്റി. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. താങ്ക് യു.